എല്ലാവർക്കും നമസ്കാരം. ഈ എസൻസ് ഗ്ലോബൽ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ഈ പരിപാടിയുടെ സംഘാടകരോട് എനിക്കുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. എൻ്റെ തൊണ്ടയ്ക്കൊരു ചെറിയ പ്രോബ്ലമുണ്ട്. ചിലപ്പോൾ അത് എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് നിശ്ചയമില്ല. ഏതായാലും അക്കാര്യത്തിൽ എനിക്കും അല്പം ഉത്കണ്ഠയുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. എവേക്ക് 2024 അതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്ന പേര്. ഉണരുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. നാം സാധാരണ ഉണരുന്നത് ഉറക്കത്തിൽ നിന്നാണ്. അപ്പോൾ ജാഗ്രതയായിരിക്കുക, ഉറക്കത്തിൽ നിന്ന് ഉണരുക, പ്രബുദ്ധരാകുക, ബോധമുള്ളവരാകുക എന്നൊക്കെയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ആളുകളെ പ്രബുദ്ധരാക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. അനേക വർഷം വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് അറിയാം, വിദ്യാഭ്യാസം എന്ന പ്രക്രിയയുടെ തന്നെ ലക്ഷ്യം മനുഷ്യരെ പ്രബുദ്ധരാക്കുക എന്നുള്ളതാണ്, ഉണർത്തുക എന്നുള്ളതാണ്. സമൂഹജീവിയായ ഒരു മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മാനസികവും ബൗദ്ധികവും ശാരീരികവുമായ ഉണർവോടുകൂടി സുസ്ഥിതിയോടുകൂടി പുലരണം എന്ന് ലക്ഷ്യം വെച്ചിട്ടാണ് നാം അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാറുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ പൗരജനങ്ങളെ പ്രബുദ്ധരാക്കുക എന്നുള്ളതാണ്. പണ്ടും അതങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. മനസ്സിലുള്ള അന്ധകാരത്തെ നീക്കി വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു എല്ലാ കാലത്തും വിദ്യാഭ്യാസ പരിപാടിയുടെ ലക്ഷ്യം. അന്നൊക്കെ വിദ്യാഭ്യാസം കൊടുത്തിരുന്നത് ഗുരുക്കന്മാരാണ്. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം സംസ്കൃത വാക്കായതുകൊണ്ട് അതിനെല്ലാം ഓരോ വാക്കിനും നിരുക്തിയുണ്ട്. അപ്പോൾ ആ നിരുക്തി പ്രകാരം ഗു എന്ന ശബ്ദം അന്ധകാരമാണ്, രു എന്ന് പറഞ്ഞാൽ നിരോധകമാണ്. സംസ്കൃതത്തിൽ തന്നെ ചൊല്ലുണ്ട്, ഗുശബ്ദം അന്ധകാരം താൻ രു തൻ നിരോധകം. അതായത് അന്ധകാരത്തെ നിരോധനം ചെയ്യുന്നവൻ, ഇല്ലാതാക്കുന്നവനാണ് ഗുരു. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക്, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ ജാഗ്രതായ അവസ്ഥയിലേക്ക്, ഉണർവിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് ആദ്യകാലം മുതൽ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നാം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ആ ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ടുള്ളതാണ്. നമ്മുടെ കണക്ക്, മാത്തമാറ്റിക്സ്, എന്തിനാണ് ഒരു മനുഷ്യൻ കണക്ക് പഠിക്കുന്നത്? കൂട്ടാനും കുറയ്ക്കാനും ആണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. ശരിയാണ്, ജീവിതം എന്ന് പറയുന്നത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു വലിയ പദ്ധതിയാണ്. എന്നാൽ കൂട്ടുകയും കുറയ്ക്കുകയും മാത്രമല്ല, ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യാനുള്ള, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ശക്തിവിശേഷം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നാം മാത്തമാറ്റിക്സ് പഠിക്കുന്നത്. ഇപ്പം ചെറിയ ക്ലാസ്സുകളിലൊക്കെ കൂട്ടാനും കുറയ്ക്കാനുമാണ് പഠിക്കുന്നതെങ്കിൽ വലിയ ക്ലാസ്സുകളിൽ, കലാലയങ്ങളിലൊക്കെ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സുകൾ അത് മിക്കവാറും പ്രോബ്ലംസ് ചെയ്യാനാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രോബ്ലംസിനെയൊക്കെ
യുക്തിഭദ്രമായിട്ട് കാര്യകാരണ ബന്ധത്തോടുകൂടി അവലോകനം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു വിഷയമാണ് മാത്തമാറ്റിക്സ്. അതുപോലെ തന്നെ സയൻസ്. പൊതുവെ പറഞ്ഞാൽ നമുക്ക് ശാസ്ത്രാവബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആണ് അത് നമ്മെ നമ്മളത് പഠിക്കുന്നത്. ഊർജതന്ത്രം, ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജം, അതാണ് സ്ഥായിയായി വർദ്ധിക്കുന്ന ശക്തിയുടെ സ്രോതസ്സ്. അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അത് എപ്രകാരമൊക്കെയാണ് ഈ പ്രപഞ്ചത്തെ നയിച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കെമിസ്ട്രി, രസതന്ത്രം, ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും രാസപരമായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ശരീരം പോലും കെമിസ്ട്രിയുടെ ഒരു രൂപാന്തരം ആയിട്ട് വന്ന് ഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ പഠിക്കുകയാണ്. അതുപോലെ തന്നെ ജൈവശാസ്ത്രം, മനുഷ്യ ശരീരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ ഘടന ഏതെന്താണ്, നമ്മുടെ ശരീരത്തിലും വർദ്ധിക്കുന്ന ഓരോ അവയവങ്ങൾ എവിടെയൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞാലേ സുസ്ഥിരമായ ഒരു ആരോഗ്യ പരിപാലനം നമുക്കാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ശാസ്ത്രമൊക്കെ നമ്മൾ പഠിക്കും. നമ്മൾ പഠിക്കുന്നത് നല്ല ആരോഗ്യവാനായ, ഈ ലോകത്തെക്കുറിച്ചും ഈ ലോകത്തെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ അവബോധമുള്ളവരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ കോളേജുകളിലൊക്കെ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കും. കായിക അധ്യാപകനൊക്കെ ശമ്പളം കൊടുത്ത് നിർത്തും. നമ്മൾ ഇങ്ങനെ യൂണിവേഴ്സിറ്റികളിലൊക്കെ കായിക അധ്യാപകരെയൊക്കെ നിയമിച്ച് വലിയ ശമ്പളമൊക്കെ കൊടുത്ത് നിലനിർത്തുന്നത് എന്തിനാണ്? കുട്ടികളിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മത്സര ഓട്ടം പോലെയാണ്. പലപ്പോഴും നമുക്ക് ജയിക്കാൻ പറ്റിയെന്ന് വരില്ല. ജയിക്കില്ല എന്ന് ഉറപ്പ് വരുമ്പോഴും, ജയിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാകുമ്പോഴും നമ്മുടെ ഓട്ടം പൂർത്തീകരിക്കുന്ന ആ മനോഭാവത്തിനാണ് നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ദീർഘദൂര മത്സരങ്ങളൊക്കെ ഓടുമ്പോൾ, ഇപ്പോൾ 25 വളയമാണ് ഓടേണ്ടത് ഒരു 5000 മീറ്റർ ഓട്ടത്തിൽ എങ്കിൽ, സാധാരണ ചിലരൊക്കെ 20 വളയം അല്ലെങ്കിൽ 22 വളയമൊക്കെ ഓടിക്കഴിയുമ്പോഴേക്കും 25 വളയം ഓടി ചില ആളുകൾ സമ്മാനം വാങ്ങിക്കും, 1ഉം 2ഉം സമ്മാനാർഹരായിട്ട് മാറും. എന്നാൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആൾ തനിക്ക് സമ്മാനം കിട്ടില്ല എന്ന് അറിഞ്ഞാൽ പോലും ഈ 25 വളയവും ഓടിത്തീർക്കും. അതാണ്, ആ ഒരു സ്പിരിറ്റിനെയാണ്, ആ ഒരു മനോഭാവത്തെയാണ് നാം സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ജീവിതം നിരർത്ഥകമാണെന്ന് തോന്നിയാൽ പോലും ഞാൻ ഈ ജീവിതം ജീവിച്ചു തീർക്കും, എനിക്ക് ഈ ജീവിതത്തിലൊരു സമ്മാനം കിട്ടിയില്ല എങ്കിൽ പോലും, നമുക്ക് നമ്മളെ സ്വപ്നം കാണിപ്പിക്കുന്ന സ്വർഗമോ അതുപോലെയുള്ള സമ്മാനങ്ങളോ ഒന്നും കിട്ടിയില്ല എങ്കിൽ പോലും ഈ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കും എന്ന് നമുക്ക് ഒരു ആത്മബലം തരുന്ന ഒരു മനോഭാവത്തിനാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന വിദ്യാലയങ്ങളെയൊക്കെ കലാശാലകളെന്നാണ് വിളിക്കുന്നത്. യൂണിവേഴ്സിറ്റികളൊക്കെയാണെങ്കിൽ സർവകലാശാലകളെന്നാണ് വിളിക്കുന്നത്. ഈ കല മനുഷ്യർക്ക് നൽകുന്ന പാഠം എന്താണ്? ഈ കലകളൊക്കെ മനുഷ്യരെ അഭ്യസിപ്പിക്കുന്നത്, കലകളൊക്കെ ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾച്ചേർത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യർക്ക് നല്ല ഭാവന ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭാവന ഉണ്ടായാൽ മാത്രമേ നല്ല മനുഷ്യരായിട്ടിരിക്കാൻ പറ്റൂ. അടിസ്ഥാനപരമായിട്ട് തന്നെ മനുഷ്യൻ സ്വാർത്ഥരാണ്. നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. മറ്റുള്ളവരും നമ്മുടെ സഹോദരങ്ങളാണ്. എത്യോപ്യയിൽ
പട്ടിണി കൊണ്ട് മരിക്കുന്നവരും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ ഭാവന ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ലോകത്തിൽ വേദന അനുഭവിക്കുന്നവരും ദുരിതം അനുഭവിക്കുന്നവരും നമ്മുടെ സഹോദരന്മാരാണ്, നമ്മളെപ്പോലെ ഉള്ളവരാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയുന്നത് നമ്മുടെ ഭാവനയാണ്. അപ്പോൾ നല്ല മനുഷ്യരാകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഭാവന. നിങ്ങളുടെ പരിചയമുള്ള ചില ആളുകളെക്കുറിച്ചൊക്കെ ഓർത്ത് നോക്കുക. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അവരുടെ കാര്യം മാത്രമേ അവർ ജീവിതത്തിൽ വില വെക്കുന്നുള്ളൂ. മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും അവർക്ക് എത്ര ദുരിതം വന്നാലും സന്തോഷം വന്നാലും ഒരു പ്രശ്നവുമില്ലാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവർ, അവർ ഏതെങ്കിലും ഒരു കലാസൃഷ്ടിയിൽ ആകർഷ്ടരായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ സിനിമ കാണാൻ പോവില്ല, മറ്റ് കഥകൾ അല്ലെങ്കിൽ നോവലുകൾ അല്ലെങ്കിൽ സാഹിത്യകൃതികൾ ഒന്നും വായിക്കുന്നവരാവില്ല. അവരിങ്ങനെ അധ്വാനിച്ച് അവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന സങ്കുചിത മനസ്സുള്ളവരായിരിക്കും. അപ്പോൾ ഈ കലകളെല്ലാം തന്നെ ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്നത് മനുഷ്യർക്ക് നല്ല ഭാവന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ വീണ്ടും ഈ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എന്താണ്? സോഷ്യൽ സ്റ്റഡീസ്, അതായത് മാനവിക വിഷയങ്ങളാണ്. അതായത് കൂടുതൽ മനുഷ്യരെ ചിന്തിക്കാനും വിമർശനാത്മകമായിട്ട് ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന വിഷയങ്ങളാണ് സോഷ്യൽ സ്റ്റഡീസിൻ്റെ കീഴിൽ വരുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന 7 വിഷയങ്ങളുണ്ട്. ഒന്ന്, നരവംശാസ്ത്രം. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ പരിണമിച്ച് ഇന്നത്തെ അവസ്ഥയിലെത്തി എന്നൊക്കെയുള്ള ഈ പറയുന്ന മതങ്ങളുടെ ഭാഷ്യങ്ങൾക്കപ്പുറം യാഥാസ്ഥിതികമായിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ചരിത്രം പഠിപ്പിക്കുന്ന, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന വിഷയമാണ് നരവംശാസ്ത്രം. നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിയത് എന്ന് ഉള്ള നമ്മുടെ തിരിച്ചറിവ് മുന്നോട്ടുള്ള മാനവരാശിയുടെ പോക്കിന് വളരെ ഗുണം ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ ജിയോഗ്രാഫി, ഭൂമിശാസ്ത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ഈ പ്രദേശം, നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം എന്താണ്, കേരളത്തിൻ്റെ കാലാവസ്ഥ എന്താണ്, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ്, അതുമാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ കാലാവസ്ഥ എന്താണ്, ലോകത്തിൽ അല്ലെങ്കിൽ ഭൂലോകത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗം എങ്ങനെയാണ് നാം നിർണ്ണയിക്കേണ്ടത്, മറ്റ് രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്, അവിടുത്തെ കാലാവസ്ഥ എന്താണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജിയോഗ്രാഫിയിൽ പഠിക്കുകയാണ്. നാം പഠിക്കുന്ന വേറെ ഒരു വിഷയം, സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്ന വേറൊരു വിഷയം ചരിത്രമാണ്. മനുഷ്യൻ ഇന്നുവരെയും തുടർന്നു പോന്നിട്ടുള്ള ജീവിതക്രമങ്ങളിൽ അവന് പറ്റിയ തെറ്റുകളും അവന് പറ്റിയ വിജയങ്ങളും എല്ലാം നാം വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടത് ശോഭനമായ ഒരു മനുഷ്യഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. അതിനാലാണ് നാം ചരിത്രം പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പഠിക്കുന്നത്. പിന്നെ നേരത്തെ സിവിക്സ് അല്ലെങ്കിൽ പൗരധർമ്മം എന്ന് വിളിക്കുന്ന ഒരു വിഷയം, ഇപ്പോൾ അത് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ്. ഒരു പൗരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആധുനിക സമൂഹത്തിൽ ഒരു ആധുനിക പൗരനായിട്ട് നാം എങ്ങനെയാണ് മാറേണ്ടത്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പൗരനെന്ന നിലയിൽ ചില അവകാശങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചില ബാധ്യതകളുണ്ട്. അങ്ങനെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും നമ്മുടെ ബാധ്യതകൾ നാം സ്വയമേവ നിറവേറ്റുകയും ചെയ്യുമ്പോഴാണ് ഈ സമൂഹം പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത്, മനുഷ്യ സമൂഹത്തിന് കൂടുതൽ സന്തോഷഭരിതമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ നാം പഠിക്കുന്നത്
ഈ മനുഷ്യരുടെ നന്മയെ കരുതിയാണ്, നമ്മുടെ വളർച്ചയെ കരുതിയാണ്. പിന്നീട് വന്നാലും ഈ സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ്, അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. വരവനുസരിച്ച് ചെലവ് ചെയ്യുക, നമ്മുടെ ഇല്ലായ്മകളെ നമ്മൾ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും, എല്ലാം നമുക്ക് ഭൂമുഖത്ത് സുലഭമായി ഉണ്ടാവും എന്നില്ല. എക്കണോമിക്സിൻ്റെ തന്നെ അടിസ്ഥാന തത്വം തന്നെ സ്കേഴ്സിറ്റിയാണ്. അതായത് എല്ലാവർക്കും വേണ്ടി വിതരണം ചെയ്യാനുള്ളൊരു വസ്തു ഇല്ലാതെ വരുമ്പോഴാണ് അതിന് ഡിമാൻഡ് ഉണ്ടാകുന്നത്, ഡിമാൻഡ് കൂടുന്നത്. അപ്പോൾ ഈ ഭൂമുഖത്ത് നമുക്ക് നിലനിൽക്കണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം, ഒരു വിചിന്തനം നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അതും ഈ പറയുന്ന മാനവിക വിഷയമാണ്, സോഷ്യൽ സ്റ്റഡീസാണ്. അതായത് മനുഷ്യൻ 3 ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് മുതലിങ്ങനെ ഈ ഹോമോസാപ്പിയൻസൊക്കെ ആയിട്ട് രൂപപ്പെട്ട് വന്നപ്പോൾ അവന് വളരെയധികം പ്രതിസന്ധികളോട് ഏറ്റുമുട്ടിയാണ് തുടർന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അനുഭവങ്ങളുടേതായിട്ടുള്ള പല സ്വഭാവ സവിശേഷതകളും മനുഷ്യൻ്റെ മനസ്സിലിങ്ങനെ ഉൾച്ചേർന്ന് കിടപ്പുണ്ട്. അതിൽ ഒന്ന് ഭയം ആണ്. ഭയം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട വികാരമൊന്നുമല്ല. ഭയം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ വേദന എന്നതുപോലെ തന്നെ നമ്മുടെ ശരീരത്ത് വേദന എന്തിനാണ്? നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കുഴപ്പമുണ്ടായാൽ, എന്തെങ്കിലും അസുഖമോ പരുക്കോ ഉണ്ടായാൽ അവിടെയാണ് വേദന വരുന്നത്. വേദന അറിയുന്നില്ല എങ്കിൽ നമ്മൾ അധികം കാലമൊന്നും ജീവിച്ചിരിക്കില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടാകുമ്പോഴാണ് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നാം അതിന് വേണ്ടിയിട്ട് പ്രതിവിധി തേടുന്നത്. അതുപോലെ തന്നെ ഭയം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഗുണമാണ്. അതും നമ്മുടെ പൂർവികരിങ്ങനെ കാലാനുസൃതമായിട്ട് പരിണാമ പ്രക്രിയയിൽ ആർജിച്ചെടുത്തിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഗുണം തന്നെയാണ്. അതുപോലെ തന്നെ അസൂയ, എല്ലാവരും വളരെ മോശപ്പെട്ട വികാരമായിട്ടൊക്കെ പറയുന്ന എൻവി അല്ലെങ്കിൽ ജലസ്, അതും മനുഷ്യർക്ക് വളരെ ആവശ്യമുള്ളൊരു വികാരം തന്നെയാണ്. അതൊരു വലിയൊരു മോട്ടിവേഷനാണ്. നമുക്കൊരു ആളോട് അസൂയ തോന്നുന്നത് എപ്പോഴാണ്? നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും എന്നാൽ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി അയാൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് കിട്ടുമ്പോഴാണ്. അത് ആർജിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു വലിയ മോട്ടിവേഷൻ്റെ ഭാഗമാണ് നമുക്ക് ഉണ്ടാകുന്ന ഈ അസൂയ എന്ന് പറയുന്നത്. അത് നമ്മളെ കൂടുതൽ കരുത്തരാക്കും, കൂടുതൽ പ്രവർത്തനോന്മുഖരാക്കും. നമ്മളും ആ രീതിയിൽ എന്തിനെക്കുറിച്ചാണോ നമ്മൾ അസൂയപ്പെട്ടത് അത് കരഗതമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. അതുപോലെ തന്നെ അലസത ഇതൊക്കെ പറയുന്നത് വലിയ മോശപ്പെട്ട സംഗതിയാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അമേരിക്കയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ, ഫ്ലോറിഡ ഗൾഫ് കോസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയൊരു പഠനത്തിൽ അലസത എന്ന് പറയുന്നത് വലിയ ബുദ്ധിമാന്മാരിൽ കാണുന്ന ഒരു സവിശേഷ ഗുണമായിട്ടാണ്. ഹൈലി ഇൻ്റലിജൻസുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന ഒന്നാണത്രേ ഈ പറയുന്ന അലസത. സാധാരണ അലസന്മാരായിട്ടിരിക്കുന്നവരാണ് അല്ലാത്തവരെക്കാൾ പലപ്പോഴും സ്മാർട്ടായിട്ട് പ്രവർത്തിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ കണ്ടുപിടുത്തങ്ങൾ, ഈ പറയുന്ന മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ ശക്തിയുള്ള പൗരന്മാരായിട്ട്, ആധുനിക പൗരന്മാരായിട്ട്, പ്രബുദ്ധരായ ആളുകളായിട്ട്, ഉണർന്ന ആളുകളായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ രാജ്യത്തും ലോകത്തെമ്പാടുമൊക്കെ നിലകൊള്ളുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പാഠ്യപദ്ധതി ഉണ്ടായിട്ടും നമ്മളിപ്പോഴും പ്രബുദ്ധരാണോ? ഈ പറയുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് നാം
ആത്മാഭിമാനത്തോടെ വീമ്പ് പറയാറുണ്ട്, പ്രബുദ്ധ കേരളം എന്നൊക്കെ. ശരിക്കും നമ്മൾ ഇതെല്ലാം പഠിച്ചെങ്കിലും ഈ പറയുന്ന ഉണർവ്, ഈ പറയുന്ന പ്രബുദ്ധത നേടിയിട്ടുണ്ടോ എന്ന് നാം ആത്മവിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ കണക്ക് പഠിക്കുന്നത് എന്തിനാണ്? വളരെ യുക്തിഭദ്രമായിട്ട് കാര്യകാരണ ബന്ധത്തോടുകൂടി ചിന്തിക്കാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോളേജുകളിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ അവിടുത്തെ കണക്ക് ടീച്ചർമാരായിരുന്നു. അവരാണ് എപ്പോഴും കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. അവരാണ് ആലപ്പുഴയുള്ള കൃപാസനം മാസികയുടെയൊക്കെ പ്രചാരകർ. അവരാണ് അത് അരച്ച് കലക്കി അവരുടെ മക്കൾക്ക് കൊടുക്കുന്നത്. ഈ മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസേഴ്സാണ്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ അവർ പഠിച്ച ഈ MSc മാസ്റ്റൊന്നും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവരുടെ മനസ്സിൽ രൂഢമൂലമായിട്ടുള്ള വിശ്വാസം എന്ന ദൈവിക പുണ്യം അവരെ നയിക്കുന്നത് കൊണ്ടാണ് അവരുടെ ഉള്ളിലേക്ക് ഈ പറയുന്ന മാത്തമാറ്റിക്സ് നൽകേണ്ടിയിരുന്ന പ്രബുദ്ധതയൊന്നും കടന്നില്ലാതിരുന്നത്. ശാസ്ത്രം പഠിച്ച് ശാസ്ത്രകാരന്മാരാകുന്ന വലിയ ബുദ്ധിമാന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ അടുത്ത കാലത്ത് ചന്ദ്രയാൻ എന്ന് പറയുന്ന റോക്കറ്റ് വളരെ വിജയകരമായിട്ട് വിക്ഷേപിച്ചതിൻ്റെ ഖ്യാതി നേടിയ അതിൻ്റെ ചെയർമാൻ പഠിക്കുന്ന കാലത്തൊക്കെ 1ാം റാങ്കൊക്കെ വാങ്ങിച്ച് പഠിച്ച ശാസ്ത്രം പഠിച്ച ആളാണ് കോളേജുകളിലൊക്കെ. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആളിനെയൊക്കെ എനിക്കറിയാം. കൂടെ പഠിക്കുമ്പോൾ വളരെ സമർത്ഥനായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഈ ചന്ദ്രയാൻ എന്ന ഉപഗ്രഹം ഈ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? തിരുപ്പതിയിൽ കൊണ്ടുപോയി അതിൻ്റെ മോഡലൊക്കെ വെച്ചിട്ട് വലിയ പൂജകൾ നടത്തിയിട്ടാണ് വിട്ടത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ശാസ്ത്രം പഠിച്ചു, ആ ടെക്നിക്കാണ് പഠിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ശാസ്ത്രാവബോധം ഉണ്ടായില്ല. അദ്ദേഹം ചെറുപ്പം മുതലേ പഠിച്ചു വന്നിട്ടുള്ള അദ്ദേഹം ഈ ശാസ്ത്രം പഠിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നുകൂടിയ അബദ്ധവിശ്വാസങ്ങളാണ് അദ്ദേഹത്തെ ഇപ്പോഴും നയിക്കുന്നത്. ഈ ശാസ്ത്രമൊക്കെ അദ്ദേഹം പഠിച്ചത് ബുദ്ധി ഒരുമാതിരി പരുവപ്പെട്ട് വന്നതിന് ശേഷമാണ്, ബുദ്ധി ഉറച്ചതിന് ശേഷമാണ്. ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ സമൂഹം, ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ അദ്ദേഹത്തെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ശാസ്ത്രം പഠിച്ചാലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇപ്പോഴും ഒരു ശാസ്ത്രാവബോധത്തിലേക്ക് കടന്നുചെല്ലാതെ അന്ധവിശ്വാസത്തിൻ്റെ ആ വേലിക്കെട്ടുകളിലാണ്, ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിതമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ തിരുപ്പതി ക്ഷേത്രത്തിൽ പോയി പൂജ കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു മനോബലം അതുവഴി അദ്ദേഹം പോകേണ്ടി വന്നത്. അപ്പോൾ ഈ പറയുന്ന കായികാഭ്യാസം നമ്മുടെ ഇച്ഛാശക്തിയെ, മനഃശക്തിയൊക്കെ വളർത്താൻ വേണ്ടിയിട്ടാണ്. കായികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും നമുക്ക് നല്ല ഒരു പ്രബുദ്ധത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പക്ഷെ പലപ്പോഴും അതൊന്നും മനസ്സിലാക്കാതെയാണ് കായികാധ്യാപകരൊക്കെ പെരുമാറുന്നത്. ഞാൻ പഠിപ്പിച്ച ഒരു കോളേജിൽ UGC ശമ്പളമൊക്കെ വാങ്ങിച്ച്, നല്ല ശമ്പളം വാങ്ങിച്ച് അധ്യാപകനെ നിയമിച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്നത് ആ കോളേജ്, അതായത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ കോളേജ് എല്ലാ കൊല്ലവും യൂണിവേഴ്സിറ്റി തലത്തിലുള്ള വോളിബോൾ മത്സരത്തിൽ പങ്കെടുക്കും. പലപ്പോഴും അതായത് അബദ്ധവശാൽ ആദ്യം 1-2 കൊല്ലം ഏറ്റവും നല്ല ടീമിനുള്ള അല്ലെങ്കിൽ ആ മത്സരത്തിൽ ടൂർണമെൻറ്റിൽ ട്രോഫി ഞങ്ങളുടെ കോളേജ് സ്വന്തമാക്കി. പിന്നീട് അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സാഹമല്ലാതെ വേറൊന്നും ആ കോളേജിൽ ഈ കായിക വിദ്യാഭ്യാസ പരിശീലകനെ കൊണ്ട് നടന്നിട്ടില്ല. എന്ത് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്? നല്ല കളിക്കാരുള്ള ഏതെങ്കിലും കോളേജിൽ നിന്ന് കൂടുതൽ പ്രലോഭനങ്ങളൊക്കെ നടത്തിയിട്ട് ഈ പറഞ്ഞ കുട്ടികളെയൊക്കെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും TC വാങ്ങിച്ച് ഞങ്ങളുടെ കോളേജിൽ കൊണ്ടുപോയി ചേർക്കും. അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഭക്ഷണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. കോളേജിൻ്റെ തന്നെ കാശ് മുടക്കി ഈ വോളിബോൾ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പരിശീലകനെ, ഒരു കോച്ചിനെ നിയമിക്കും. ഇങ്ങനെ ആ ടീമിനെ ഇങ്ങനെ പരിപാലിക്കുക എന്നുള്ളത് മാത്രമാണ്
ഈ UGC ശമ്പളം വാങ്ങിക്കുന്ന ഈ അധ്യാപകൻ്റെയും അതുപോലെ തന്നെ കോളേജിൻ്റെയും ഒരേ ഒരു ആഗ്രഹം. ചില അവസരങ്ങളിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒന്നാമതായി ട്രോഫി കിട്ടും, ചിലപ്പോൾ രണ്ടാമത് കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ തങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഈ പറയുന്ന കായികാധ്യാപകൻ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പിന്നെ ആകെപ്പാടെയുള്ള ജോലി ഒരു ആനുവലായിട്ടൊരു സ്പോർട്സ് മീറ്റ് നടത്തുക എന്നുള്ളതാണ്. ശരിക്കും തൻ്റെ ജോലി, താൻ പഠിപ്പിക്കുന്ന വിഷയം, വിദ്യാഭ്യാസ പ്രക്രിയയിൽ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവും. അദ്ദേഹം MBA ഒക്കെ പാസ്സായ ആളാണ്. പക്ഷേ അതൊക്കെ പ്രവർത്തന മണ്ഡലത്തിൽ വരുമ്പോൾ മറക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ലക്ഷ്യം സാധിക്കാതെ പോകുന്നത്. ഈ പറയുന്ന കലാശാലകൾ എന്തിനാണ്? മനുഷ്യരുടെ ഭാവന വളർത്തി മനുഷ്യരെ നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വാർത്ഥതയിൽ നിന്നും വിഭാഗീയതയിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ദിവസം ഒരു കലാകാരി മറ്റൊരു കലാകാരനെ കുറിച്ച് നടത്തിയ വിവാദ പ്രസ്താവന നിങ്ങൾ കേട്ടിട്ട് കാണും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവരുടെ പാരമ്പര്യവും വിശ്വാസങ്ങളും എത്രമാത്രം കലാരംഗത്ത് പ്രവർത്തിച്ചാലും വിട്ടുപോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ പാരമ്പര്യം, സംസ്കാരം, അതിനെയൊക്കെ മറികടക്കാൻ അവർ അഭ്യസിച്ച കലകൾക്കോ ഒന്നും സാധിച്ചിട്ടില്ല. മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു സമഭാവനയിലേക്ക് വരാൻ ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിന്ന അവരുടെ കലാസപര്യയ്ക്ക് ആവാതെ പോകുന്നത് അവരുടെ ഉള്ളിൽ ഈ കലാഭ്യാസത്തിന് മുമ്പ് അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ പറയുന്ന ഈ ഉച്ചനീചത്വങ്ങളുടെ അഴുക്കുകൾ കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും വിദ്യാഭ്യാസ പദ്ധതിയൊക്കെ തോൽക്കുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ സ്റ്റഡീസ്, സാമൂഹ്യ പാഠങ്ങൾ, എൻ്റെ ഈ പ്രഭാഷണത്തിന് തന്നെ വിഷയമായിട്ടിരിക്കുന്നത് സാമൂഹ്യ പാഠങ്ങളെന്നാണ്. അതിലാദ്യം നമ്മൾ പറഞ്ഞത് നരവംശാസ്ത്രമാണ്, ആന്ത്രോപോളജിയാണ്. ഈ പറയുന്ന മനുഷ്യോൽപത്തിയുടെ കഥ നമ്മൾ എത്രമാത്രം പറഞ്ഞാലും, പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് എത്രമാത്രം പറഞ്ഞാലും, ഇവിടെ ഇരുന്നൊരു സുഹൃത്ത് പറഞ്ഞതുപോലെ 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് എല്ലാം തികച്ച് മനുഷ്യൻ സൃഷ്ടിച്ചു വിട്ടതാണ്. അദ്ദേഹമോ ഒരുപക്ഷെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമൊക്കെ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിൽ. പക്ഷേ അതൊന്നും ഉള്ളിലേക്ക് ഏശുന്നില്ല. അതൊക്കെ പുസ്തകത്തിൽ മാത്രം. ഇപ്പോഴും ദൈവം തൻ്റെ ഛായയിലും ഒക്കെ മണ്ണിൽ നിന്ന് ദൈവത്തെ സൃഷ്ടിച്ചു എന്നുള്ള ആദാമിൻ്റെ കഥയും, അല്ലെങ്കിൽ പടച്ച ആ കഥയുമൊക്കെ ആണ് ആളുകളിൽ രൂഢമൂലമായിരിക്കുന്നത്. എത്രമാത്രം സ്കൂളുകളിലൊക്കെ ഈ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും നരവംശ ചരിത്രമൊക്കെ നാം കുട്ടികളെ പഠിപ്പിച്ചാലും അവരിലത് ഏശാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിനു മുമ്പ് തന്നെ അവരുടെ ബുദ്ധി ഉദിച്ചു വരുമ്പോൾ തന്നെ, ബുദ്ധി വളർന്ന് ഏതാണ്ട് ഒരു പാകമാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ തലച്ചോറിലേക്ക് ഈ പറയുന്ന അബദ്ധജടിലമായിട്ടുള്ള കഥകൾ മുഴുവനും മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം അങ്ങ് അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ അടിച്ചേൽപ്പിച്ച് സൃഷ്ടാവായ ദൈവത്തിന് മുമ്പാകെ ഭയന്നു നിൽക്കുന്ന, വിനീതനായി നിൽക്കുന്ന, അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്ന, ആർത്തി പൂണ്ട, പേടിച്ചരണ്ട ഒരു പൈതലിനെ നാം സ്കൂളിൽ ചേർത്തിട്ട് പിന്നീട് ഈ പറയുന്ന നരവംശാസ്ത്രവും അതുപോലെയുള്ള സിദ്ധാന്തങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ട് എന്ത് നേടാനാണ്? ഇതൊക്കെ പഠിച്ചാലും ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുട്ടികൾ, നമ്മളും ഈ പഴയ കഥകളിൽ ചെറുപ്പത്തിൽ കേട്ട നമ്മുടെ ദൈവത്തിൻ്റെ സൃഷ്ടി കഥകളിലൊക്കെ അങ്ങ് തുടർന്നു പോവുകയേ ചെയ്യൂ. അതുപോലെ തന്നെ ചരിത്രം, നമ്മൾ പഠിക്കുന്നുണ്ട്, സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ശരിക്കും എന്താണ് ചരിത്രം എന്ന പേരിൽ നമ്മൾ പഠിക്കുന്നത്? ഏതെങ്കിലും കാലത്ത്
മനുഷ്യരെ അടക്കി ഭരിച്ച ചില ഭരണാധികാരികളുടെ മഹത്വങ്ങൾ നമ്മൾ അക്കവിട്ട് പഠിക്കുകയാണ്. ഇപ്പോൾ പത്രമൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പരിഷ്കാരങ്ങളൊക്കെ, ഭരണ നേട്ടങ്ങളൊക്കെ അവരുടേതായ പരസ്യങ്ങൾ കാശ് കൊടുത്ത് പത്രത്തിൽ പരസ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന നേട്ടങ്ങളുടെ പരസ്യങ്ങൾ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അതുപോലെ സഹസ്രാബ്ദങ്ങൾ മുമ്പ് ഭാരതമൊക്കെ ഭരിച്ചിരുന്ന ആളുകളുടെയൊക്കെ ഭരണ നേട്ടങ്ങൾ നമ്മൾ ഇപ്പോഴും കാണാതെ പഠിക്കുകയാണ്. അശോകൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, ഇതൊക്കെ കാണാതെ പഠിച്ചിട്ട് ഈ കുട്ടികൾക്കോ നമുക്കോ എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? അക്ബറിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, ഇതൊക്കെ മനഃപാഠമാക്കി പരീക്ഷ എഴുതിയാൽ സോഷ്യൽ സ്റ്റഡീസിന് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ മാർക്ക് കിട്ടും. അവരുടെ സിൽബന്ദികൾ, സ്തുതിപാഠകർ, അവർക്ക് വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കിയ ഈ പറയുന്ന പരസ്യവാചകങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചരിത്രമെന്ന പേരിൽ. അങ്ങനെയാണോ ചരിത്രം പഠിപ്പിക്കേണ്ടത്? നമ്മൾക്ക് നല്ലൊരു ചരിത്ര ബോധമാണ് ഉണ്ടാവേണ്ടത്. ശരിക്കും എന്ത് പഠിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ആർജവം കുട്ടികൾക്കുണ്ടാവുന്ന രീതിയിൽ വേണം നാം ചരിത്രം പഠിക്കാൻ. ശരിക്കും ഈ ചരിത്രം എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്തൊന്നും ഇങ്ങനെ കോളേജുകളൊന്നും പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം അതൊക്കെ നരവംശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വളരെ ചുരുക്കിയ പേജുകളിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. ഈ ലോകത്തുള്ള എല്ലാവിധ ചരിത്ര സംഭവങ്ങളും ഇപ്പോൾ ഗൂഗിളിൽ ഏതാണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കോളേജുകളിലൊക്കെ ഒരു വിഷയമായിട്ട്, വലിയ വിഷയമായിട്ട്, ഞാൻ പഠിച്ച മഹാരാജാസ് കോളേജിലൊക്കെ BA ഇസ്ലാമിക് ഹിസ്റ്ററി, MA ഇസ്ലാമിക് ഹിസ്റ്ററി, അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൻ്റെ ഒരു ചരിത്രമാണ്. അതിനകത്ത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഹദീസുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കലാലയങ്ങളിൽ UGC അധ്യാപകരെ കൊണ്ട് ആ ശമ്പളം കൊടുത്ത് ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ ക്രിസ്തു മതത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. വേദപാഠമൊക്കെ പഠിക്കുന്ന കാലത്ത് സഭാചരിത്രം ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. കത്തോലിക്ക സഭയുടെ വികാസ പരിണാമങ്ങളെക്കുറിച്ച്, അതിൻ്റെ വളർച്ചയെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചൊക്കെ പഠിക്കണം. അതൊക്കെ വേദപാഠ ക്ലാസ്സിൽ സൺഡേ സ്കൂളിലാണ് പഠിക്കുന്നത്, അല്ലാതെ കലാലയങ്ങളിലല്ല. ഇത് അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ മതപഠന ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടുന്ന ഇസ്ലാമിക് ഹിസ്റ്ററിയൊക്കെ, ഇസ്ലാം മതത്തിൻ്റെ ഈ പറയുന്ന തത്വങ്ങൾ, അല്ലെങ്കിൽ വളർച്ചയും വികാസവും അതിൻ്റെ നന്മയോ തിന്മയൊക്കെ, അതൊക്കെ പൊതുവിദ്യാഭ്യാസ മേഖലയിലല്ല പഠിപ്പിക്കേണ്ടുന്നത്. സാധാരണക്കാരായ ആളുകളുടെ പണം നികുതിയായിട്ട് പിരിച്ചിട്ട് ഈ പറയുന്ന മതചരിത്രം നമ്മുടെ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്നത് തീർത്തും മതേതരത്വത്തിന് എതിരാണ്. അതുപോലെ ഈ ഇസ്ലാമിക് ഹിസ്റ്ററി എന്നല്ല, ഈ പറയുന്ന ഇനിയുള്ള കാലത്ത് പണ്ട് പഠിപ്പിച്ചതുപോലെയുള്ള ചരിത്ര പഠനം നമുക്ക് ആവശ്യമില്ല എന്നാണ് എൻ്റെ പക്ഷം. ഒരു പുതിയ ചരിത്രാവബോധം മനുഷ്യനെ ഒരു ലോക പൗരനാക്കാൻ വേണ്ടിയിട്ട്, വിശ്വപൗരനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർജവം അവന് പകർന്നു കൊടുക്കുന്ന ഒരു ചരിത്രബോധത്തിലേക്ക് അവനെ എത്തിക്കുന്ന നിലവിലുള്ള രീതിയിലുള്ള ചരിത്ര പാഠ്യപദ്ധതികളാണ് ഇനി നമുക്കാവശ്യം. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, പൗരധർമ്മം. നമ്മൾ ഇനി ഒരു കേരള പൗരൻ എന്ന നിലയിലല്ല ജീവിക്കേണ്ടത്, ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിലല്ല ജീവിക്കേണ്ടത്. നമ്മുടെ ദേശീയത അല്ലെങ്കിൽ പ്രാദേശികത അതൊക്കെ വെടിഞ്ഞ് ലോകം മുഴുവനും, ഭൂമി മുഴുവനും നമ്മുടേതാണ്. നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് ലോകത്തെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും. മനുഷ്യൻ എന്ന ആ സ്പീഷീസിലുള്ള എല്ലാവരും നമ്മെപ്പോലെയാണ്, നമ്മുടെ വർഗം തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്നൊരു ലെവലിലേക്ക് നമ്മുടെ ഈ പൗരധർമ്മ ശാസ്ത്രം
പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയം മാറേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വള്ളത്തോളിൻ്റെ വളരെ പ്രഖ്യാതമായിട്ടുള്ളൊരു വരികളുണ്ട്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. വള്ളത്തോൾ എഴുതിയ ഈരടിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ, കൊച്ചുമകൻ കെ നന്ദകുമാർ, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. സുഹൃത്തായത് അദ്ദേഹം എൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന ബുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അദ്ദേഹമാണ്. അങ്ങനെ ഉണ്ടായ ഒരു പരിചയം ആണ് ഞങ്ങളെ സുഹൃത്തുക്കളാക്കിയത്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പറഞ്ഞ, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം നമുക്ക് ചോര ഞരമ്പുകൾ എന്ന് പറഞ്ഞ ആ മഹാകവിയുടെ കൊച്ചുമകൻ കേരളത്തിലല്ല ജീവിക്കുന്നത്, ഡൽഹിയിലാണ് ജീവിക്കുന്നത്. ഒരു സൗഹൃദ സംഭാഷണത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒറ്റ മകളാണ്, അവളെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് വിടണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ആ മകളിപ്പോൾ അമേരിക്കയിലാണ്. മകളുടെ ഭർത്താവ് ഒരു അമേരിക്കൻ സിറ്റിസനുമാണ്, മലയാളിയോ ഇന്ത്യക്കാരനോ അല്ല, സായിപ്പാണ്. അപ്പോൾ അഭിമാനപൂരിതമാകണം, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് എന്നൊക്കെ പറഞ്ഞ് കവിയുടെ അനന്തരാവകാശികൾ കേരളത്തിലും ഇല്ല, ഇന്ത്യയിലും ഇല്ല, വിദേശ രാജ്യത്താണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു മനോഭാവം, അങ്ങനെയുള്ളൊരു പൗരബോധമാണ് വേണ്ടത്. പ്രാദേശികത്വമോ അല്ലെങ്കിൽ ദേശീയതയോ ഒന്നുമല്ല വേണ്ടത്. ഈ ലോകത്ത് ജീവിക്കുന്നത് മുഴുവനും മനുഷ്യരാണ്, നമ്മുടെ സ്പീഷീസിൽപ്പെട്ടവരാണ്. അതായത് ഈ മനുഷ്യരെ പല റേസുകളുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ്. ഒരു സ്പീഷ്യസ് എന്ന് പറയുന്നതിന് ശാസ്ത്രകാരന്മാരൊക്കെ പിന്നെ ഒരു മാനദണ്ഡമായിട്ട് വെച്ചിരിക്കുന്നത്, അതായത് ഈ പറയുന്ന ഏത് റേസിലും പെട്ട ആളുകൾ ഇണചേർന്ന് കഴിഞ്ഞാൽ സന്തതി ഉണ്ടാവും. ഒരു നീഗ്രോയും വെള്ളക്കാരനും തമ്മിൽ ഇണചേർന്നാൽ കുട്ടിയുണ്ടാവും. ഒരു മംഗോളിയനും ആര്യവർഗത്തിൽപ്പെട്ട ആളും ഇണചേർന്നാലും കുട്ടികളുണ്ടാവും. പക്ഷേ ഈ മൃഗങ്ങളിലൊക്കെ കാണുന്ന ഇപ്പം കുതിരയും കഴുതയും ഇണചേർന്ന് കോവർക്കഴുത എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന കോവർക്കഴുതകൾ തമ്മിൽ ഇണചേർന്നാൽ കുട്ടികളുണ്ടാവില്ല, അതിന് പ്രജനന ശേഷിയില്ല. സിംഹവും അതുപോലെ തന്നെ കടുവയും ഇണചേർന്ന് ലിഗർ എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടാവും. പക്ഷേ അതിനും ഈ പറയുന്ന പ്രജനന ശേഷിയില്ല. ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇണചേർന്നാൽ കുട്ടികളുണ്ടാവും. അതാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു ജീവിവർഗമാണ് എന്ന് പറയാൻ അടിസ്ഥാന കാരണം. അപ്പോൾ ലോകത്തുള്ള നമുക്ക് ബാധ്യതയുള്ളത് നമ്മുടെ ജീവിവർഗമായിട്ടുള്ള മനുഷ്യരോടാണ്. അതിനെ നമ്മൾ ഭിന്നിച്ച് കാണാൻ പാടില്ല, ഒരേ വർഗമായിട്ട് കാണണം. പക്ഷേ അങ്ങനെ ഒന്നായിട്ട് കാണാൻ നമുക്ക് സാഹചര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. എവിടെ നോക്കിയാലും നമ്മൾ ഈ ഭിന്നിപ്പിൻ്റെ സ്വരമാണ് കേൾക്കുന്നത്. ഭിന്നിപ്പിച്ച് നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുവരെയുള്ള നമ്മുടെ ചരിത്രം, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ മതങ്ങളെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹിന്ദു, അഹിന്ദു, നമുക്ക് കാണാം, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അപ്പോൾ ഒരു മനുഷ്യരെ എല്ലാവരും ഒന്നായിട്ട് കാണുന്ന ഒരു വിശ്വപൗരനെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള ഉച്ചനീചത്വങ്ങളോ വർഗവ്യത്യാസങ്ങളോ ഒന്നും പാടില്ലാത്തതാണ്. ഏത് റേസിൽപ്പെട്ടാലും എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ളൊരു ബോധ്യം. ആഫ്രിക്കയിൽ ജീവിക്കുന്ന നീഗ്രോയും കേരളത്തിലെ മലയാളിയും ചൈനയിലെ മംഗോളിയൻ വംശക്കാരും ഒക്കെ ഒരു മനുഷ്യവർഗത്തിൻ്റെ അംഗങ്ങളാണ്. ഈ ലോകം മുഴുവനും നമ്മുടേതാണ്, ഒരു മനുഷ്യ സമൂഹത്തിൻ്റേതാണ്. അവരെല്ലാവരെയും ഒരുമിച്ച് കാണാനുള്ള, ഒരുപോലെ കാണാനുള്ള ഒരു വിശ്വമാനവികത, അതാണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നാൽ നമുക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണ് ഇതെല്ലാം, ഈ വിഷയങ്ങളെല്ലാം ഇങ്ങനെ ആധുനിക മനുഷ്യ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള പാഠ്യപദ്ധതിയാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ
അവരിപ്പോഴും ഉണർന്നിട്ടില്ല, അവർക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല, അവർ പ്രബുദ്ധരായിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ ഈ പറയുന്ന അധ്യാപന വൃത്തിയെല്ലാം പരാജയത്തിൽ കലാശിക്കുന്നത്. ഒരിക്കലും പുതിയ തലമുറയെ ഇങ്ങനെയുള്ള ആധുനികതയിലേക്ക്, ഇതുപോലെയുള്ള സാമൂഹികമായ ഒരു ഉന്നത നിലയിലേക്ക്, വിശ്വപൗര സംസ്കാരത്തിലേക്ക് വളർത്താൻ സാധിക്കാത്തത് അധ്യാപകർക്ക് ഇപ്പോഴും സ്വയം ഉണരാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ശരിക്കും അധ്യാപകരൊക്കെ എന്ത് ചെയ്യണം? ഈ പറയുന്ന മാമൂലുകളിൽ നിന്നൊക്കെ മാറി ചിന്തിക്കണം, വിഗ്രഹഭഞ്ജകന്മാരായി തീരണം. അതായത് നിലവിലുള്ള വ്യവസ്ഥിതികളെയൊക്കെ പാരമ്പര്യമൊക്കെ ധ്വംസിക്കാൻ ധൈര്യമുള്ളവരായി തീരണം. പക്ഷേ എങ്ങനെ ആകാനാണ്? നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കൂടുതലും മതത്തിൻ്റെ കൈവശമാണ്. അവരോട് ഒട്ടി നിൽക്കുന്നവർക്ക് മാത്രം അധ്യാപക വൃത്തി കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് കേരളത്തിലൊക്കെ ധാരാളമായിട്ടുള്ളത്. അതും ഏറ്റവും കൂടുതൽ സങ്കുചിത ബോധമുള്ളവർ, ഏറ്റവും കൂടുതൽ വിധേയത്വമുള്ളവർ. എന്നോട് എൻ്റെ ഒരു പ്രിൻസിപ്പൽ വൈദികനായിരുന്നു, പലതവണ പറഞ്ഞ് എന്നെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, കഴിവല്ല കാര്യം, വിധേയത്വമാണ്. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാമർഥ്യമല്ല, വിധേയത്വമാണ്. നിങ്ങൾ എന്തുമായിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ പഠിപ്പിച്ചാലും കൊള്ളാം, പക്ഷേ ഞങ്ങൾക്ക് പുരോഹിതന്മാരായിരിക്കുന്ന തങ്ങൾക്ക് വിധേയരായിക്കൊള്ളണം. ഒരുപക്ഷെ അത്രമാത്രം വിധേയത്വം എനിക്കില്ലാത്തതുകൊണ്ടാവാം ഒരവസരം വന്നപ്പോൾ അവരെന്നെ ഉപേക്ഷിച്ച് കളഞ്ഞത്, ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടത്. ഈ സാമൂഹിക പാഠങ്ങൾ എന്നുള്ള ഈ വിഷയം ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ ഈ 10ാം ക്ലാസ്സിലെ സാമൂഹിക പാഠം ഈ പുസ്തകം നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കി ഒരെണ്ണം, ആദ്യത്തേത്. അതിലിപ്പോഴും കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ പഠിച്ച പ്രതിജ്ഞ, ദേശീയ പ്രതിജ്ഞ. ഭാരതം എൻ്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഒരു വർഷം പോലും ആയില്ലെന്ന് തോന്നുന്നു, കോഴിക്കോട്ടെ ഒരു മുസ്ലിം മത സമ്മേളനത്തിൽ വെച്ച് 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ വാങ്ങിച്ച ഒരു കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ ആ കുട്ടി ചെന്ന് സമ്മാനം വാങ്ങിക്കാൻ ചെന്നതും സ്റ്റേജിൽ വെച്ച് ഒരു സമസ്ത നേതാവ് ആ കുട്ടിയെ ഭർസിച്ചതും ശാസിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ കുട്ടി എന്നും രാവിലെ സ്കൂളിൽ പ്രതിജ്ഞ ചൊല്ലിയിട്ടാണ് പോകുന്നത്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സ്കൂളിലിരുന്ന് പഠിച്ച് ഫുൾ A+ വാങ്ങിച്ചു. പക്ഷേ ജീവിതത്തിലുണ്ടായ അനുഭവം നേരെ മറിച്ചാണ്. മതത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ്, അന്ധവിശ്വാസത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് നമ്മുടെ സ്ത്രീകളെ ഇപ്പോഴും പിന്നാമ്പുറത്ത് കെട്ടിയിരിക്കുകയാണ്. കർണൻ എന്ന് പേരുള്ള ഒരു നോവല് മറാത്തിയിലുണ്ട്, മലയാളത്തിലേക്ക് അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ശിവാജി സാവന്താണ് അത് എഴുതിയത്. അതിലെ ഒരു വാക്യം ഞാൻ ഓർത്തു പോവുകയാണ്. അന്ധവിശ്വാസത്തിൻ്റെ കയറുകൊണ്ട് സമൂഹത്തിൻ്റെ തൊഴുത്തിൽ കെട്ടിയ മൃഗമാണത്രേ സ്ത്രീ. അതിൻ്റെ ഞാൻ വളരെ കാലം മുമ്പ് വായിച്ചതാണ്, പക്ഷേ അതിൽ ഓർത്ത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു വാക്യമാണത്. അന്ധവിശ്വാസത്തിൻ്റെ കയറുകൊണ്ട് സമൂഹത്തിൻ്റെ തൊഴുത്തിൽ കെട്ടപ്പെട്ട മൃഗമാണത്രേ സ്ത്രീ. അപ്പോൾ അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം ഇങ്ങനെ തുടരുമ്പോഴും നമ്മുടെ വിദ്യാർത്ഥിനികളുടെ, പെൺകുട്ടികളുടെ, സഹോദരിമാരുടെ കഥ ഇതാണ്. എന്നാലും നമ്മളെന്നും പ്രതിജ്ഞ ചൊല്ലും, കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കും, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണ്. പിന്നെ ഇങ്ങ് തുടർന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, അതിൻ്റെ വൈവിധ്യപൂർണവും സമ്പൂർണവുമായ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഭാരതത്തിൻ്റെ പാരമ്പര്യം വൈവിധ്യപൂർണമാണ്, അതോടൊപ്പം സമ്പൂർണവുമാണ്, നമുക്ക് വളരെ അഭിമാനം കൊള്ളാവുന്നതുമാണ്. ഇന്ന് ഇപ്പോൾ 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജി മുതൽ പേര് അതിൻ്റെ ക്ഷേത്ര പ്രവേശനം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തോടെ വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് അവിടെ സമരം ചെയ്തത്. അതിൻ്റെ 100ാം വാർഷികമാണ് ഈ കൊല്ലം ആഘോഷിക്കുന്നത്. അവിടെ തെക്കൻകൂർ രാജാവ്, വടക്കൻകൂർ രാജാവ്, മഹാത്മാഗാന്ധി, അങ്ങനെ കുറേ പേര് ഈ വഴി ക്ഷേത്ര പരിസരത്തിൽ കൂടിയുള്ള വഴി ഈ
ആഭരണർക്ക് തുറന്നു കൊടുക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് ചെന്നതാണ്. ഗാന്ധി അങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന സമുന്നത നേതാവാണ്. പക്ഷേ ആ മന പിട്ടിക്കാട് മനയോ അങ്ങനെ മറ്റേ പറ്റുമെന്ന് തോന്നുന്നു. ആ മനക്കാർ ഗാന്ധിജി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്ന് വേണമെങ്കിൽ കണ്ടു, എനിക്ക് അങ്ങോട്ടൊന്നും വരാൻ സമയമില്ലെന്നാണ് നമ്പൂതിരി അറിയിച്ചത്. അപ്പോൾ ആ മനയിൽ ചെന്നപ്പോൾ നമ്പൂതിരിമാരകത്തിരുന്നു. ഗാന്ധിയും കൂട്ടരും സവർണരാണെങ്കിൽ പോലും ഈ പറയുന്ന അവർണരുമായിട്ട് ചങ്ങാത്തം കൂട്ടി സമരപ്പന്തലിലൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് അയിത്തം മാറതുകൊണ്ട് അടുത്തിരുത്തിയില്ല. അപ്പോൾ ഗാന്ധിജി ഇവരെ കൂടെ വഴി നടത്താൻ പാടില്ലേ എന്ന് വളരെ അനുനയത്തിൽ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് അത് പറ്റില്ല, കാരണം അതൊക്കെ പാപജന്മങ്ങളാണ്, നീചജന്മങ്ങളാണ്. അങ്ങനെയൊക്കെ 100 കൊല്ലം മുമ്പ് വരെ നമ്മുടെ സഹോദരങ്ങളെ മാറ്റി നിർത്തിയ, അതുപോലെ ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ട നമ്മുടെ ഈ സംസ്കാരം, സമ്പൂർണ്ണമായ ആ സംസ്കാരത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് ഇന്നും പ്രതിജ്ഞ ചൊല്ലിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ രാജ്യം എന്ന് നന്നാവാനാണ്? സമൂഹം ഓരോ മനുഷ്യരെയും ഇങ്ങനെ വാർത്ത് വിടുകയാണ്. അതിന് ആ മൂശയിൽ വളരുന്ന, ആ മൂശയിൽ വീഴുന്ന ഓരോ കുട്ടികളും എത്രമാത്രം ശാസ്ത്രം പഠിച്ചാലും മാനവിക വിഷയങ്ങൾ പഠിച്ചാലും മനുഷ്യരാവുന്നില്ല. പഴമയുടെ, അന്ധവിശ്വാസങ്ങളുടെ, പാരമ്പര്യത്തിൻ്റെയൊക്കെ സ്തുതിപാഠകരായിട്ട് ആ അച്ചിൽ വാർന്ന് വീണ് തുടരുകയാണ്. ഇതിനൊരു മാറ്റം വന്നില്ല എങ്കിൽ, ഇവിടുത്തെ അധ്യാപകരെ ഉണർന്നെണീറ്റില്ല എങ്കിൽ, ഇവിടുത്തെ അധ്യാപകരെ വിഗ്രഹഭഞ്ജകരായിട്ട് മാറിയില്ല എങ്കിൽ, ഈ കാലം മാറാൻ, ഈ അന്ധവിശ്വാസങ്ങൾ മാറാൻ വളരെ കാലമെടുക്കും. നാം ഉണർന്ന് വളരെ ആവേശത്തോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.